ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു കാർത്തിക ഡേ സ്പെഷ്യൽ വ്ളോഗായാലോ. ഇന്നൊരു ചെറിയ മിനി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും രാവിലെ പുഴുക്കിനുള്ള സാധനങ്ങൾ റെഡിയാക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഞങ്ങളുടെ പറമ്പിൽ ഒരു മൂട് ചീനി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ പുഴുതു നോക്കി. അതിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യത്തിന് ചീനി ഇട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കിയത് നനകിഴങ്ങാണ്. ഈ നനകിഴങ്ങൻ ചില സ്ഥലങ്ങളിൽ ചെറുവള്ളിക്കിഴങ്ങ് എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് ഏത് പേരാണ് വിളിക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞ് ഞാനും അമ്മയും നേരെ പോയത് കുരുത്തോല ചെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തൃക്കാർത്തിക സ്പെഷ്യലി നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ വാഴത്തടയിൽ നമ്മൾ വിളക്ക് വയ്ക്കും കുരുത്തോല വെച്ചിട്ട്. അപ്പം ആ കുരുത്തോല എടുക്കാനായിട്ടാണ് ഞാനും അമ്മയും ഇപ്പോൾ പോകുന്നത്. അങ്ങനെ ആവശ്യത്തിന് കുരുത്തോലയൊക്കെ ചെത്തിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ വാഴത്തട എടുക്കാൻ പോയി. കേടൊന്നും ഇല്ലാത്ത നല്ലൊരു തട നോക്കി നമ്മൾ വെട്ടിയെടുത്തു. അതിനുശേഷം അതിൻ്റെ പോളയൊക്കെ നമ്മൾ ഇരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഴത്തട വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മുറ്റത്തൊരു കമ്പി അടിക്കും. അതിനുശേഷം ഈ വാഴത്തട നമ്മൾ ആ കമ്പിയിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഈ വാഴത്തടയിൽ നമ്മൾ കുരുത്തോല വെച്ചിട്ടാണ് അലങ്കരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഞാൻ. അങ്ങനെ കുരുത്തോല ഈർക്കിലൊക്കെ മൂർപ്പിക്കുന്ന രീതിയിൽ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കിളി ഉണ്ടാക്കി വെക്കും. ആ കിളി ഉണ്ടാക്കുന്ന ടെക്നിക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ഇത് വാഴത്തടയിൽ നല്ല ഭംഗിയോടെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അത്യാവശ്യം മിനുക്കുപണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഗൈസ് ഫൈനൽ ലുക്ക്? പൊളിയല്ലേ? പിന്നെ ഞാൻ കത്തിക്കാനുള്ള കാർത്തികളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചേട്ടോ. ആ സമയത്ത് അമ്മ കരിക്കടക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ആ കരിക്കൊക്കെ ഞങ്ങൾ അടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ശേഷം ഞങ്ങൾ പുഴുക്കിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി. കിഴങ്ങുണ്ടായിരുന്നു, ചേമ്പുമുട്ട ഉണ്ടായിരുന്നു, ചേന ഉണ്ടായിരുന്നു, അതുപോലെ നനകിഴങ്ങുണ്ടായിരുന്നു. ഇത്രയായിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യല്. പിന്നീട് അടുത്ത പണി എന്ന് പറയുന്നത് സന്ധ്യയ്ക്ക് കൊളുത്തി വയ്ക്കാനുള്ള ഹരിയോഹരം ഉണ്ടാക്കുകയാണ്. ആ പണി ഏറ്റെടുത്തത് അച്ചാമ്മയാണ്. അപ്പോൾ നീളത്തിനുള്ള 2 കമ്പ് എടുത്തതിന് ശേഷം നമ്മൾ തെങ്ങിൽ നിന്ന് കിട്ടുന്ന കോച്ചാലച്ചൂട്ടെന്ന് പറയുന്ന ഒരു തരം ചൂട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ അതിന് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആ ചൂട്ട് നല്ലതുപോലെ മടക്കി ഒരു കമ്പിൻ്റെ സൈഡിൽ നല്ലതുപോലെ കെട്ടും കേട്ടോ. അതിനുശേഷം നല്ലൊരു വെള്ള തുണി എടുത്ത് അതിനെ പൊതിഞ്ഞു കെട്ടുകയാണ് ചെയ്യുന്നത്. ശേഷം നമ്മൾ ഈ വെള്ള തുണിക്ക് മുകളിലൂടെ എണ്ണ ഒഴിക്കും കേട്ടോ. ഈ എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിൽ നമ്മളൊരു ചന്ദനത്തിരിയും വെച്ച് ഒരു തുളസിക്കതിരും വെച്ചിട്ട് നമ്മൾ ഇത് കത്തിക്കുകയാണ് ചെയ്യുന്നത്. സന്ധ്യാസമയത്ത് നമ്മൾ വിളക്കിൽ നിന്ന് തീ കത്തിക്കുകയാണ് ചെയ്യുന്നത്. സന്ധ്യ ആകുന്ന സമയത്ത് ആദ്യം നമ്മൾ അകത്ത് വിളക്ക് കൊളുത്തും. വിളക്ക് കൊളുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പുറത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വാഴത്തട വിളക്ക് നമ്മൾ കത്തിക്കുന്നത് കേട്ടോ. ആ വാഴത്തട വിളക്ക് കത്തിച്ചതിന് ശേഷം നമ്മൾ അതിൽ നിന്നാണ് ഈ ഹരിയോഹരയ്ക്ക് തീ പകരുന്നത്. കണ്ടില്ലേ ഗൈസ്, ഇങ്ങനെ നമ്മൾ ഉറക്ക വിളിക്കണം. അതിനുശേഷം ഇത് നമ്മൾ നമ്മുടെ പറമ്പിൽ കൊണ്ടുപോയി കുത്തിവെക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം നമുക്ക് കായ്ഫലം കൂടുതൽ കിട്ടും എന്നതാണ് വിശ്വാസം. പക്ഷേ ഇതിന്റെ ശാസ്ത്രീയ വശം എന്ന് പറയുന്നത് നമ്മൾ നട്ടു വളർത്തുന്ന നമ്മുടെ കാർഷിക വിളകളെ ആക്രമിക്കാൻ വരുന്ന ചെറിയ കീടങ്ങളെ തുരത്താനുള്ള ഒരു കെണിയാണ്. എന്നിട്ട് നമ്മൾ വിളക്ക് മൊത്തം കൊളുത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു കാർത്തിക ദിവസം നമ്മുടെ വീട് കാണാൻ ഒരു പ്രത്യേക ഐശ്വര്യം, ഒരു ഭംഗിയൊക്കെയാണ്. ലൈറ്റൊക്കെ അണച്ച് ഈ കാർത്തിക വിളക്ക് മാത്രം തെളിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോഴേ നല്ല ഒരു ഭംഗി നമ്മുടെ വീടിന് നമുക്ക് തോന്നും കേട്ടോ. ആ ഒരു ദിവസത്തിൻ്റെ മാത്രം പ്രത്യേകതയാണത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഗൈസ് നമ്മൾ പുഴുക്ക് കഴിക്കുന്നത്. ഈ ഒരു ടൈം ആവുന്ന സമയത്ത് നമ്മുടെ പുഴുക്ക് വേവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുഴുക്ക് കഴിക്കും. ഈ ഒരു കാർത്തിക ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസം കാർത്തിക ദിവസമാണ്. നമ്മുടെ വീട്ടുകാരെല്ലാ പേരും വട്ടത്തിനിരുന്ന് നമ്മൾ ഈ പുഴുക്ക് കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. എല്ലാ പേരും അവരുടേതായിട്ടുള്ള തിരക്കുകളിലാണ് അല്ലേ. പക്ഷേ ഈ ഒരു ദിവസം മാത്രം നമ്മൾ എല്ലാ പേരും ഒരുമിച്ചിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഒരു കഴിക്കുന്നതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ്. സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നവർ സന്ധ്യ കഴിഞ്ഞാൽ ഈ കരിക്കും വെള്ളം അല്ലെങ്കിൽ തേങ്ങാ വെള്ളം കുടിക്കരുത് എന്ന് പറയാറുണ്ട്. അതെന്താണ് അതിൻ്റെ പിന്നിൽ ഐതിഹ്യമൊന്നും എന്നെനിക്ക് അറിയില്ല. പക്ഷേ ഈ ഒരു കാർത്തിക ദിവസം മാത്രം ആ ഒരു ചടങ്ങ് നമുക്ക് തെറ്റിക്കാം കേട്ടോ. ഇതാണ് ഗൈസ് ഞങ്ങളുടെ കുഞ്ഞു കാർത്തിക ദിവസം. അപ്പം നിങ്ങളുടെ തൃക്കാർത്തിക ഡേ എങ്ങനെയുണ്ടായിരുന്നെന്ന് പറയണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.